എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴെ ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തതിൻ്റെ കീഴിലേക്ക് പോവാം. ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നു ഇൻസ്റ്റയിൽ. ആളെന്താ മെസ്സേജ് അയച്ചെന്നറിയോ? ഞാൻ ഫുൾ ഫ്രീ ആണ്, എനിക്കൊരു പണിയില്ല, എനിക്കൊരു ദിവസം മാറ്റിവെക്കാനുണ്ട്, അതുകൊണ്ട് ചേട്ടൻ്റെ ആ ഒരു ദിവസം ഡ്യൂറേഷനിൽ വരുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കാൻ തരുമോ എന്ന്. അവനോട് എനിക്ക് മെസ്സേജ് അയക്കാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു കൊടുക്കാമല്ലോ. എന്നിട്ട് അത് വായിക്കാൻ നിൽക്കുന്നത് ഒരു ദിവസത്തെ ടൈം ഫ്രീ അല്ലേ. എന്താണെങ്കിലും സ്ക്രിപ്റ്റിന്റെ കാര്യമല്ല, ഞാൻ വേറൊരു കാര്യം ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുന്നു. മറ്റേ മൂപ്പരേ പട്ടം വേറെ ആർക്കും കൊടുക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ട്, മെഗാസ്റ്റാർ പട്ടം. അതറിഞ്ഞില്ലേ? ചീരുകാരും ഞാനത് വായിച്ചപ്പോഴേ ചിരിയാ വന്നു എനിക്ക്. അല്ല, എനിക്ക് പേടി വന്നത്. ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളൊരു മാഷപ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി മാഷപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ശരിയാണല്ലോ, അതിന് വല്ല സ്ട്രൈക്കും കിട്ടുമോ? അല്ലയോ, മെഗാസ്റ്റാർ പട്ടം ആളുടെ സ്വന്തമാണ്, അതുകൊണ്ട് ആരും അതിന് അവകാശം പറഞ്ഞു വരണ്ട, അതിന് കോപ്പിറൈറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടത്. ഇനി ഒരേ ഒരു മെഗാസ്റ്റാർ ചിരഞ്ജീവികാരും. ഒരു കാര്യം ചെയ്യട്ടെ, ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? സംഭവം മെഗാസ്റ്റാർ ആദ്യം വന്നത് മൂപ്പർക്ക് തന്നെയാണ്. അതുകൊണ്ട് എന്ത് കാര്യം? അല്ല, അതിന് കോപ്പിറൈറ്റ് ഇഷ്യൂ ചെയ്യുന്നതൊക്കെ അല്ലേ? അതാ അത് ഓരോ ഇൻഡസ്ട്രിയിലും. അത് ചിലപ്പോ മൂപ്പറുടെ ഇൻഡസ്ട്രിയിലെ കാര്യമായിരിക്കട്ടെ പറഞ്ഞത്. മൂപ്പറുടെ തെലുഗു ഇൻഡസ്ട്രിയിൽ ഒരു മെഗാസ്റ്റാർ മതി, വേറൊരു മെഗാസ്റ്റാർ അവിടെ വേണ്ട എന്നുള്ളതായിരിക്കും ആൾ ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. അല്ലാതെ ഇപ്പം പൊട്ടറാണോ മൂപ്പര്? അല്ലാതെ പറയാന് അറിഞ്ഞു പറഞ്ഞ പോലെ എന്താ അറിയാ, ഇതൊക്കെ നമുക്ക് അറിയില്ലടാ. ഇത് ഇന്നതായിരിക്കും വരാൻ പോണെന്ന്. അതല്ലേ വിളിക്കുന്നത്, അല്ലെ പിന്നെ വിളിക്കാണ്ടിരുന്നാ പോരെ. അകക്കണ്ണ് ഭീകരനാണ്, കൊടും ഭീകരൻ. ഫസ്റ്റ് കിഴി വേട്ടയ്യൻ സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, US സർട്ടിഫിക്കറ്റ്. അതിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ. യെസ്, സിനിമയുടെ ഡ്യൂറേഷൻ 2 മണിക്കൂറും 43 മിനിറ്റുമാണ് കേട്ടോ. ഇതിന്റെ ഒരുപാട് പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അതിൽ കൊള്ളാവുന്നൊരു പോസ്റ്ററിൽ പെടുന്ന ഒരു പോസ്റ്ററാണത്. മികച്ചതിൽ മികച്ചത് അല്ലേ? ഓക്കെ, എന്തായാലും നല്ല ഡ്യൂറേഷനാണ്. 2 മണിക്കൂറും 43 മിനിറ്റും. 3 മണിക്കൂറൊന്നും ഇട്ടിട്ട് കൊല്ലല്ലേ. ഓക്കെ, അത് നമുക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ കേട്ടോ. അതായത് നമ്മൾ മറ്റു സിനിമകളെ കുറിച്ച് പറഞ്ഞതാണ്. അതായത് ദേവര, ഗോട്ട്, പിന്നെ ഇന്ത്യൻ 2, ദൈവമേ, ഇതൊക്കെ അത്യാവശ്യം നല്ല സമയം ഉണ്ടായിരുന്നു. അടുത്ത കിഴി ഗെയിം ചേഞ്ചർ. ഓക്കെ, ഇന്ത്യൻ 2 എന്ന് പറഞ്ഞിട്ടുള്ളൂ, അപ്പോഴേക്കും നമ്മുടെ ശങ്കരണ്ണൻ വന്നു. ഗെയിം ചേഞ്ചർ സിനിമ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് December 25 എന്നുള്ളതാണ് കിടക്കുന്നത്. December 20 എന്നുള്ള രീതിയിലായിരുന്നു വന്നുകൊണ്ടിരുന്ന റൂമേഴ്സ്. എന്നാൽ വെനസ്ഡേ റിലീസായിട്ട് December 25. റിലീസ് ഉണ്ടോ ഇതുവരെ? നമ്മൾ സിനിമന്റെ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ 25 സിനിമ റിലീസ് ചെയ്തിട്ടില്ലല്ലോ. 24, 26 വരും. വന്നിട്ടില്ല തോന്നുന്നു, ഓർമ്മയിലില്ല. അടുത്തത് രേഖാചിത്രം സിനിമയില് മുജീബ് മജീദ് ഓൺ ബോർഡ് ആയിട്ടുണ്ട്. മ്യൂസിക് കിഷ്കിന്ധാകാന്ഡം മ്യൂസിക് ചെയ്ത ആളാണ്. അത് തിയേറ്ററിൽ നിന്ന് കണ്ടവർക്ക് അതിന്റെ ആ ഒരു എഫക്റ്റ് അറിയാം. കിടിലം വർക്കാണ് ആളുടേത്. അതുകൊണ്ട് തന്നെ ഇനി ഭാവിയിൽ ഒരുപാട് വലിയ സിനിമകളുടെ ഭാഗമാകാൻ ആൾക്ക് പറ്റുമെന്നുള്ളതാണ് നമുക്ക് ആ ഒരു വർക്കിൽ നിന്ന് നമുക്ക് തോന്നിയത്. എന്തായാലും രേഖാചിത്രത്തിലല്ലേ, രേഖാചിത്രം ആസിഫ് അലി. അടുത്തത് ആസിഫ് അലി ചിത്രം ഭൂൽ ഭുലയ്യ 3. ഭൂൽ ഭുലയ്യന്റെ 3ാം ഭാഗം വരുന്നുണ്ട്. എന്താണാവോ ഇനി ചെയ്യാൻ പോകുന്നത്? എന്തോ സംഭവിക്കും. വിദ്യാഭ്യാസം നടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടു. ഇതിന്റെ ടീസർ വന്നിട്ടുണ്ടായിരുന്നു, ഇതിന്റെ ട്രailer വരുന്നുണ്ട്. ആ ട്രailerലും അത്യാവശ്യം കഷ്ടപ്പാടുകൾ ഉണ്ടാവും. എന്തായാലും ട്രailer വരുന്നത് 20 6 എന്താണിത്? 20 കളി എന്തെങ്കിലും ഷെഡ്യൂളിൽ എന്തെങ്കിലും റെഡ് മാർക്ക് ഇട്ട് വെച്ചത് ഉണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. ഇല്ല. മമ്മൂക്ക ജിതിൻ കെ ജോസ് മൂവി സിനിമയിൽ മമ്മൂക്ക ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആള് സ്ഥലത്തെത്തിയിട്ടുണ്ട്, നാഗർകോവിൽ. എന്താണെങ്കിലും ഇന്ന് ജോയിൻ ചെയ്യും. സ്റ്റില് കാണാം. ആള് കുറച്ചുകൂടെ ഒന്ന് മെലിഞ്ഞിട്ടുണ്ട് അല്ലേ? വയറൊക്കെ കുറച്ച് കുറഞ്ഞതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലായിട്ടേ കുറച്ച് വയറ് കൂടിയുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. നിനക്ക് തോന്നിയായിരുന്നു അങ്ങനെ? ഞാനൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു പോയി അല്ലേ. ഇന്നലെ മിനിഞ്ഞാന്നോ ഏതോ ഒരു വീഡിയോന്റെ താഴെ ഒരു കമന്റ് ഉണ്ട്,
മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ആരും ഈ ചാനൽ കാണാൻ പാടില്ല. അതെന്താണോ? അതെനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നീ കാണും മമ്മൂട്ടീനെ കയറി കടിച്ചോ? അല്ല, ഞാനിപ്പോ പറഞ്ഞു ചിലപ്പോ അതിനി അതൊരു കടിയോ പോലെ ആയി പോകും. അതൊരു കടിയാകുമോ? ഏതാണ് കൊള്ളാം. എന്താണാവോ അങ്ങനെ പറഞ്ഞത്? ഓക്കെ, അത് ലാലേട്ടന്റെ ആരാധകർ പറയുന്നത് അതിനൊരു അതെ കുറച്ചൊരു സത്യമുണ്ട്. കാരണം നമുക്ക് നേര് സിനിമ മാത്രമേ പോസിറ്റീവ് പറയാൻ പറ്റിയിട്ടുള്ളൂ, അവസരം കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നെഗറ്റീവ് ആയിരുന്നു. മമ്മൂട്ടിയുടെ ഏതൊക്കെ സിനിമ നമ്മൾ നല്ലത് പറഞ്ഞിട്ടുണ്ടല്ലേ? മമ്മൂട്ടി സിനിമകൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ അടുത്ത് ചെയ്തതിനകത്ത് മോശം പറഞ്ഞിട്ടുള്ളത് ഒന്നേ ഉള്ളൂ, CBI 5. അത് മാത്രമേ നമ്മൾ കണ്ടതിനകത്ത് മോശമുള്ളൂ ഈ അടുത്ത്. ഓസ്ലർ. ഓസ്ലർ, ശരി ശരി. ഓസ്ലർ മമ്മൂട്ടി സിനിമ എന്ന് പറയാൻ പറ്റൂലല്ലോ. പക്ഷെ എങ്കിലും മമ്മൂട്ടി അഭിനയിച്ചല്ലേ നമ്മള്. മമ്മൂട്ടി സിനിമ പിന്നെ മമ്മൂട്ടിയുടെ തന്നെ ആ സിനിമ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടും. ഇപ്പൊ പറയുന്നത് കാര്യണ്ടല്ലേ, ഇന്ന് നീ മേടിച്ച് കൂട്ടും. അടുത്തത് നിരാശ. കാന്താര 2 സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ റൂമേഴ്സ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര ചർച്ചയായിരുന്നു സോഷ്യൽ മീഡിയയിൽ. നമ്മൾ ഇന്നലെ കിഴി എപ്പിസോഡിൽ ഇത് പറഞ്ഞിട്ടുള്ളൂ. അടുത്ത കിഴിയിൽ തന്നെ ഇത് മാറ്റി പറയേണ്ട സാഹചര്യമാണുള്ളത്. നമ്മൾ അറിഞ്ഞത് കാന്താര 2 ലാലേട്ടൻ ഇല്ല എന്നുള്ളതാണ്. അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിഞ്ഞതാണ്. ഇല്ല എന്നാണ് കേൾക്കുന്നത്. മിക്കവാറും അതിൻ്റെ ഇടയ്ക്ക് വേറെ റൂമർ കേൾക്കുന്നുണ്ട്, മറ്റേ ധ്രുവ് വിക്രം ലാലേട്ടനും. അത് പറയണ്ട, നാളെ കൊടുക്കാനുള്ള കണ്ടന്റാ. പോയിക്കാ ചാടുന്നു. ഏതായാലും അത് അതിനു വേണ്ടി മാറ്റി ചെയ്യുന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതൊക്കെ അറിയണോ? വല്ലാത്ത മനുഷ്യൻ തന്നെ. ഓൾറെഡി ഒരു സൈൻ ചെയ്ത കാര്യം പറയുന്നുണ്ട്. മാട്ക നവംബർ 14 സിനിമ റിലീസിനെത്തുകയാണ്. വരുൺ തേജും മീനാക്ഷി ചൗധരിയും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. എന്റെ ദൈവമേ, കരുണകുമാറാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. സായി പല്ലവി. അത് സായി പല്ലവി പേര് എവിടെയെങ്കിലും തുടങ്ങിയാൽ മതി, അപ്പൊ അലിയുന്നത് കാണാം. അങ്ങനെ മഞ്ഞുരുകുന്നത് പോലെ ഒരുക്കുന്നത്. എന്നിട്ട് തീർച്ചയായിട്ടും എന്തൊരു ഒഴുക്കായിരിക്കും അറിയോ? എന്തൊരു കൊണ്ട് ഒഴുകി ഒലിച്ചിറങ്ങുന്ന അങ്ങനെ കാണാം. ചില സമയത്ത് എനിക്ക് തന്നെ സംശയം തോന്നാറുണ്ട്, ഇവന്റെ ഉള്ളിൽ അസ്ഥിയൊന്നും ഇല്ലേ. ഒരു നമ്മൾ അസ്ഥി ഇല്ലാത്ത അവസ്ഥ എങ്ങനെയായിരിക്കും? നമുക്കൊരു കൊട്ടയിൽ ഇങ്ങനെ എടുക്കാമല്ലോ നമ്മുടെ ശരീരത്തിൽ, അതേപോലെ ഇങ്ങനെ കിടക്കുന്നതാണ്. ഒരു രൂപമൊന്നുമില്ല, അത് അമീബ പോലെ. അപ്പോൾ ഞാൻ പിന്നെ മനസ്സിലാക്കും, സായി പല്ലവിന്റെ എന്തെങ്കിലും റീൽസോ ഫോട്ടോയോ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ മീനാക്ഷിന്റെ പറയുന്നില്ല. ഇത് ഒരാള് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവൂല. പലർക്കും പല ക്യാരക്ടറാണ്. എനിക്ക് മീനാക്ഷിയിൽ സൗന്ദര്യം തോന്നാറുണ്ട്, അതുപോലെ നമ്മുടെ മരിക്കാറിൽ തോന്നാറുണ്ട്. അടുത്തത് പോരട്ടെ, നീ പറഞ്ഞ എപ്പിസോഡ് തമന്നനോട് അതല്ലല്ലോ. തമന്ന ഞാനും ഞങ്ങള് പ്രേമത്തിലല്ലേ. അത് ഞാൻ മറന്നുപോയായിരുന്നു. ഇത് ക്രഷ്, അത് പ്രേമം. എന്തൊക്കെയാണ് ഈ എപ്പിസോഡാ? ഇത് ഞാൻ എടുത്തായിരുന്നോ? ഇല്ല, എടുക്ക്. ഓക്കെ. ഒപ്പം സിനിമയുടെ റീമേക്ക് വരുന്നുണ്ട്. സൈഫ് അലി ഖാനാണ് ഇതില് നായകൻ. പ്രിയദർശനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇതില് വില്ലനായി വരുന്നത് ആരാന്നറിയോ? ബോബി ഡിയോൾ. വരട്ടെ. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലേ? അക്ഷയ് കുമാറിനെ കിട്ടിയില്ലേ? ആലപ്പുഴ ജിംഖാന. ഖാലിദ് റഹ്മാൻ സിനിമയുടെ ടൈറ്റിൽ ഇന്നലെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. മോഷൻ പോസ്റ്ററാണ് വന്നിട്ടുള്ളത്. ചെറുകം വേറെ ലെവലിലാട്ടോ വന്നിട്ടുള്ളത്. മേക്ക് ഓവർ. അല്ല, ആള് നല്ല അധ്വാനമായിരുന്നു അതിന് വേണ്ടിയിട്ട്. അത് പുറത്ത് കാണാനും ഉണ്ട്. ഇടിപ്പടാണ്, ഇടിപ്പടം. ഒരു സ്പോർട്സ് ഡ്രാമ രീതിയിൽ വരുന്ന സിനിമയാണ്. പിന്നെ കോമഡി ഉണ്ട്, അത് ഈ പേരിലും ഉണ്ട് അല്ലേ? പിന്നെ ആലപ്പുഴ ജിംഖാന. ഓക്കെ, ഇതിൻ്റെ മോഷൻ പോസ്റ്റർ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കാണാം. തീർച്ചയായിട്ടും. പക്ഷെ ഇതിൽ കാണുന്നില്ല. വള്ളംകളി ആലപ്പുഴ ആയതുകൊണ്ട് നസ്ലൻ, ലുക്മാൻ, ഗണപതി, സനൂപ് കഴിഞ്ഞു പോയി. ഡ്രൈവറായിട്ട്
2025 റിലീസ്. അപ്പോൾ ഡ്രൈവറേട്ടൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സാധനം കത്തട്ടെ, ഇല്ലെങ്കിൽ കത്തിക്കും. ഇല്ല അളിയാ, അതൊക്കെ കത്തിയില്ല പിന്നെ അല്ല എന്ത് നോക്കിക്കൊണ്ടിരിക്കുക? എടുക്ക്, കിഴിയെടുക്ക്. ഞാനാ ഇത് ഇപ്പൊ പറഞ്ഞതേ, വീഡിയോ അതിനകത്ത് കാണിച്ചു തന്നിരുന്നിട്ട് ഞാൻ മനസ്സിലായി ഇത് ഭയങ്കര ലാഗ്. ഇവ എന്തെടുക്കാത്ത തോന്നി തോന്നോട്ടെ. ഓക്കെ, എന്നാ അടുത്ത കിഴി തരാം. അടിപൊളി സാധനം തരും കേട്ടോ, അടിപൊളി ആയിരിക്കണം. അൻവർ സിനിമ റിലീസിന് ഒരുങ്ങുന്നുണ്ട്. ഓക്കെ, കിഴക്ക് പൂക്കും മറന്നുപോയില്ല, മുരുകിനോ മുതുക്കൊക്കെ ആയിപ്പോ. അല്ല, മുതുക്കന്മാര് പാടുമ്പോൾ നമ്മള് നമ്മുടെ പ്രായത്തിലുള്ള രീതിയിൽ പാടും, തെറ്റില്ല. കിഴക്ക് പൂക്കും മുതക്കെ എന്തൊരു ചൊകചൊകപ്പാണ്. അയ്യോ, ഞാൻ മുരുക്കുന്ന കേട്ടെ, ഞാൻ മുതുക്കെന്ന വായിലോ മുതുക്കെന്നാണ് പറയാൻ പോയതല്ലേ. ഈ മുരുക്ക് ഇവിടെ എന്നുള്ളതാണ്. അത് മുള്ളുമുരുക്ക്, സാധാ മുരുക്കല്ല. സാഹചര്യം അനുസരിച്ച് ഇത് ശരിയാണ്. നമ്മുടെ പല സമയങ്ങളിൽ എമ്പുരാൻ സിനിമയുടെ ഗ്ലിംസ് ഒക്ടോബർ 16 വരാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കാരണം പൃഥ്വിരാജ് സുകുമാരന്റെ നാളത്തെ കിഴിയിലേ മാറ്റി പറയാനല്ലേ, പൃഥ്വിരാജ് സുകുമാരന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഒന്നില്ലേ ഗ്ലിംസ് വന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസ്റ്ററെങ്കിലും വരും. അല്ല, ബർത്ത്ഡേ മാറുന്നില്ല, അതാ പറഞ്ഞത്, ബർത്ത്ഡേ മാറുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കിടിലൻ പോസ്റ്ററെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടാവും. അല്ല, ഇനി വല്ല റിലീസ് ഡേറ്റ് എങ്കിലും ഉണ്ടാവും. അല്ല, സെക്കൻഡ് ലുക്ക് ആളുടേത് വെച്ച് വന്നാലോ, അതും പറയാൻ പറ്റില്ല. പിന്നെ അല്ല, നമുക്ക് അടുത്ത കിഴിയിൽ കങ്കു വരെ കാട് വിട്ട് ഓടിയിട്ടുണ്ടാവും. എന്തുവാണ് ഇത്? ഞങ്ങൾക്ക് ഒരേ വൈബാ, ഗർജനം. ഇതോ കങ്കുവ സിനിമയുടെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഉണ്ട്. അതായത് ഇതിന്റെ 3D വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു വർക്ക് ചെയ്യുന്നതിന്റെ സ്റ്റില്ല് വന്നിട്ടുണ്ട്. ശരിക്കും നോക്കട്ടെ, അവരൊക്കെ അവിടെ തന്നെ ഇരിപ്പില്ലേ, ഈ സൗണ്ട് എണീറ്റ് പായാണ്ട് കാറ് കിടന്നിട്ട്. ആ പവറുമാണ്. കങ്കുവ സിനിമ റിലീസിനെത്തുന്നത് നവംബർ 14. അത് നമുക്ക് ശരിക്കും ഞെട്ടാം. അന്നാണ് മട്കയും വരുന്നത്, നവംബർ 14. അത് ശരിയാണല്ലോ എന്റെ മീനാക്ഷി. എന്താണെങ്കിലും കിഴി എപ്പിസോഡോടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് അല്ലെ, ചേട്ടത്തില്ലെങ്കിൽ അനിയത്തിയറില്ലേ, അതേപോലെ മീനാക്ഷി ഇല്ലെങ്കിൽ നമുക്ക് ദിശ. അതാണ് നേരത്തെ പറഞ്ഞതാണ്. അവ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. മനസ്സിലായില്ല എന്തുകൊണ്ടാ മുരിക്കുന്നു? ഇപ്പോഴാണ് ശരിക്കും മുതുക്കാന്ന് വിളിക്കേണ്ടത്. മുരിക്ക്, അതാണ് കറക്റ്റ്.